പാർട്ടി ഗാനത്തിൽ CPM യു ടേൺ അടിക്കുകയാണ്. പാർട്ടിക്കെതിരെ പരാതി കൊടുത്തത് തിരുവാഭരണപാത സംരക്ഷണ സമിതി എന്ന സ്വതന്ത്ര സംഘടനയാണെന്നും പാർട്ടിക്ക് അതുമായി ഒരു ബന്ധവുമില്ലെന്നുമാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകുന്നത് ആലോചിച്ച് തീരുമാനിക്കും. CPM സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും A. പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കുകയെന്നും രാജു എബ്രഹാം പറഞ്ഞു. പാർട്ടി സംബന്ധിച്ച് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് പാർട്ടിയല്ല. പാർട്ടി സംബന്ധിച്ച് പാർട്ടിയുടെ ഒരു നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പാർട്ടി സംബന്ധിച്ച് പരാതി കൊടുത്തിരിക്കുന്നത് തിരുവാഭരണ സംരക്ഷണ സമിതി എന്ന സ്വതന്ത്ര സമിതിയാണ്. അത് പാർട്ടിക്ക് അതുമായിട്ട് ബന്ധമില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പാർട്ടി ഇടപെടുന്നു. പാർട്ടി അങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലും ഇടപെടുന്നൊരു പാർട്ടിയല്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ് CPM ഇടതുപക്ഷം. നന്ദുഷ ചേരുന്നുണ്ട്. നന്ദുഷ, ഈ പരാതിയുമായി ബന്ധപ്പെട്ട് രാജു എബ്രഹാം പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. പല ദിവസം പല സമയത്ത് പല കാര്യങ്ങളാണ് പറയുന്നത്. ഈ പരാതിയും ഇല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളുമായിട്ട് ഈ സ്വർണ്ണക്കൊള്ളയിൽ അകത്ത് കിടക്കുന്ന ആളുകളുമായിട്ടുള്ള അവരെ പാർട്ടിയിൽ നിർത്തുമോ പുറത്താക്കുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ടോ? തന്നെ ഈ പാരഡിയുമായി ബന്ധപ്പെട്ട് CPM-ൽ ഏറ്റവും എതിർപ്പ് ഉന്നയിച്ച അല്ലെങ്കിൽ പാരഡി പാട്ടിനെതിരെ ഏറ്റവും കടുത്ത സ്വരത്തിൽ വിമർശനം നടത്തിയ നേതാവാണ് രാജു എബ്രഹാം. ഈ പാട്ടിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ അടക്കം പരാതി നൽകുമെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇന്ന് ആ നിലപാട് മയപ്പെടുത്തുകയോ ആ നിലപാട് പൂർണ്ണമായി മറക്കുകയോ ചെയ്തിരിക്കുകയാണ് രാജു എബ്രഹാം. കാര്യം ഇന്ന് ഇത് സംബന്ധിച്ച് ചോദ്യം ഉന്നയിച്ചപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പാർട്ടി എതിരല്ല, അത്തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾക്ക് എതിര് നിൽക്കുന്ന പാർട്ടിയല്ല ഇത്, പാരഡിക്ക് പാർട്ടി എതിരല്ല എന്ന തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പരാതി നൽകിയത് തിരുവാഭരണപാത സംരക്ഷണ സമിതി എന്ന സ്വതന്ത്ര സംഘടനയാണ്. ഈ സംഘടനയുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും മലക്കം മറിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കടുത്ത ഭാഷയിലാണ് ഈ പാരഡി ഗാനത്തിനെതിരെ രാജു എബ്രഹാം വിമർശനം നടത്തിയത്. അയ്യപ്പന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭക്തിഗാനത്തെ വികലമാക്കി ചിത്രീകരിച്ച് രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നു എന്ന തരത്തിലുള്ള രൂക്ഷ വിമർശനം തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. ഏതായാലും ഇന്ന് ആ കടുത്ത ഭാഷയിലുള്ള വിമർശനം അദ്ദേഹത്തിൽ നിന്നുണ്ടായില്ല എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഇനി പത്മകുമാറിനെ സംബന്ധിച്ച് ഉള്ള ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രമായിരിക്കും പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. പക്ഷേ സംസ്ഥാന നേതൃത്വവുമായി കൂടിയാലോചിച്ച ശേഷം അവരുടെ നിർദ്ദേശം കൂടി പരിഗണിച്ച ശേഷം മാത്രമായിരിക്കും പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള രാജു എബ്രഹാം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റി യോഗവും ഒക്കെ നടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടായേക്കാനുള്ള ഒരു സാധ്യത, നടപടി ആലോചിച്ചേക്കാനുള്ള ഒരു സാധ്യത ഇന്നുണ്ട്. എങ്കിൽ പോലും നടപടി ഇന്ന് തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നടപടിയെടുക്കാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായിട്ടുള്ള ആരെങ്കിലും തന്നെയാവും ഇത്തരത്തിലൊരു നടപടി ഔദ്യോഗികമായി മാധ്യമങ്ങളെ അറിയിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് തന്നെ.